ഏതു രുചിയും മധുരമുള്ളതാക്കുന്ന മിറാക്കിൾ ബെറിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. കലോറീസ് ആഡ് ചെയ്യാതെ തന്നെ മധുരം നൽകുന്ന പഴമാണ് മിറാക്കിൾ ഫ്രൂട്ട്. എന്നാൽ സാധ്യതകളേറെ ഉണ്ടായിരുന്നിട്ടും ഈ പഴം വാണിജ്യവൽക്കരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? 1960-ൽ സംരംഭകനായ ബോബ് ഹാർവി മിറാക്കിൾ ബെറിയെ വിപണിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഇതിന്റെ സെയിൽസിന് വേണ്ടി FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനെ സമീപിച്ചു. എന്നാൽ മിറാക്കിൾ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള മിറാക്കുലിൻ ഒരു ഫുഡ് പ്രൊഡക്റ്റ് അല്ല, മറിച്ച് ഫുഡ് അഡിക്റ്റീവ് ആണെന്ന് FDA തരംതിരിച്ചു. വലിയ ഷുഗർ കമ്പനികൾ മിറാക്കുലിൻ നോർമൽ ഷുഗറിനെ റീപ്ലേസ് ചെയ്യുമോ എന്ന് ഭയന്നിരുന്നു. കാരണം ഈ പഴം കഴിച്ചു കഴിഞ്ഞ് പുളിയുള്ളതോ കയ്പുള്ളതോ ആയ എന്ത് കഴിച്ചാലും നമ്മുടെ നാവിന് അത് മധുരമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇന്ത്യയിലും വളർത്തിവരുന്ന ഈ മിറാക്കിൾ ഫ്രൂട്ടിന് കൂടുതൽ മൂല്യവത്താക്കുന്നത് അതിന്റെ ഔഷധ ഗുണമാണ്. ഇവ കീമോതെറാപ്പി പേഷ്യൻസിന് അനുഭവപ്പെടുന്ന സോർ ടേസ്റ്റ് ഓവർകം ചെയ്യാൻ സഹായിക്കുന്നു. പതിവ് രുചികളിലേക്ക് മടങ്ങിയെത്തുന്നതിന്റെ സന്തോഷം നൽകുന്ന മിറാക്കിൾ ബെറികൾ നമ്മുടെ രുചിബോധത്തിന്റെ സ്വാദിഷ്ടമായ നിഗൂഢതകൾ നമ്മെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. അതുതന്നെയായിരിക്കാം മിറാക്കിൾ ഫ്രൂട്ട്സിന്റെ മാന്ത്രികത.